മണ്ഡലത്തിലുടനീളം വലിയ രീതിയിലുള്ള മുൻകൈ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണാൻ കഴിഞ്ഞ ചിത്രം. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ മത്സരിച്ചത്. UDF യഥാർത്ഥത്തിൽ നിരായുധരായ ഒരു സൈന്യത്തിൻ്റെ അവസ്ഥയായിരുന്നു അവിടെ കാഴ്ചവെച്ചത്. ഒരു രാഷ്ട്രീയ മുദ്രാവാക്യവും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നവും അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നോട്ടേക്ക് വെക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഊന്നിയത്. ഒന്ന്, വർഗീയതയ്ക്കെതിരായ അതിശക്തിയായിട്ടുള്ള ചെറുത്തുനിൽപ്പ്. അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും, രണ്ട് വർഗീയ ശക്തികളും അവിടെ കൃത്യമായ അജണ്ട വെച്ച് പ്രവർത്തിക്കുകയില്ല. ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശി അവർ പഴയ മുദ്രാവാക്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കാൻ, അസോസിയേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് അവരിവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലോകത്തിന്നേ വരെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്ര ലോകം മുഴുവൻ ഇസ്ലാമിക് രാഷ്ട്രമാവണം എന്ന ധാരണ രൂപപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനത്തെ ചില രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടതാണ്, ചില രാജ്യങ്ങളിൽ പ്രവർത്തിക്കുക. ആ പ്രസ്ഥാനത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം ആദ്യമായിട്ട് അസോസിയേറ്റായി ചേർത്ത് തെരഞ്ഞെടുപ്പ് മുന്നണിയുടെ ഭാഗമാക്കുന്നത് ഈ കേരളത്തിലെ ലീഗും അതുപോലെ കോൺഗ്രസുമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന UDF ആണ്. ഇത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഭൂരിപക്ഷ വർഗീയത RSS ഉൾപ്പെടെ സംഘപരിവാർ വിഭാഗം അതിശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. ഇന്ത്യയിലെ RSS, അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സംഘപരിവാർ വിഭാഗങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ BJP മതധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൗണ്ടർ പാർട്ട് എന്ന നിലയിൽ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇവിടെ ഇന്ത്യയിൽ അവരെ സംബന്ധിച്ച് ലോകത്താകെ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന മുദ്രാവാക്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് ഇപ്പോഴും പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട UDFൻ്റെ ബന്ധം ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി രണ്ട് വർഗീയ ശക്തികളെയും ഫലപ്രദമായിട്ട് നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ആശീർവാദവും പിന്തുണയും വേണ്ട എന്ന് അസന്നിഗ്ധമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാധ്യനായ സഖാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് മറുപടി പറയാൻ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ തയ്യാറായില്ല. ഞങ്ങൾ ആ ചോദ്യം ഉന്നയിച്ചു. അവിടെ ഈ UDF എടുത്തുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ബന്ധം നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ പരിപാടിയുടെ ഭാഗമായിട്ട് ലീഗിൻ്റെ കൊടി തന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് വേണ്ടേ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട
ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ചോദ്യം അതിന് മറുപടി പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അത് ആ രീതിയിൽ പരിഗണിക്കാനേ കൂട്ടാക്കിയില്ല. കാരണം അപകടകരമാണ്. സോണിയാഗാന്ധിയും കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമിനെതിരാണ്. ആ രാഷ്ട്രീയം പറയാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് സോണിയാഗാന്ധിക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആ ഇലക്ഷൻ്റെ ഭാഗമായിട്ടും അതുപോലെ വയനാട് സന്ദർശനത്തിൻ്റെ സന്ദർഭത്തിലും അവർക്ക് സാധിക്കാതിരുന്നത് എന്നുള്ളതാണ് സത്യം. പ്രിയങ്ക ഗാന്ധി അല്ല, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരാണ്. ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെടാൻ ഒരു തരത്തിലുള്ള പഴുതുമില്ല. അപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിക്ക് അത് പറയാൻ സാധിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത്. ആവർത്തിച്ച് ചോദിച്ചിട്ടും പത്രക്കാർ ചോദിച്ചിട്ടും അവരോട് ഈ കാര്യം പറയാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഗീയതയെ അതിനിശ്ചിതമായിട്ട് എതിർത്തുകൊണ്ടാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആദ്യാവസാനം വരെ ഞങ്ങളെല്ലാവരും നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയത്. രണ്ടാമത്തെ കാര്യം കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അത് രണ്ടാമതായി ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തെ തന്നെ മാതൃകയാവുന്ന രീതിയിൽ അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന നവകേരളം എന്ന കാഴ്ചപ്പാട് അതാണ് ഞങ്ങളവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറഞ്ഞു. വികസനം തന്നെയാണ് കാര്യമായിട്ട് പറഞ്ഞത്. വികസനമെന്ന പദം പോലും UDF അവിടെ ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല. കാരണം വികസനം പറയാൻ തുടങ്ങിയാൽ 1957 മുതൽ ഇങ്ങോട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന രാഷ്ട്രീയം വികസനപരമായ മാറ്റം കൃത്യമായി ചൂണ്ടിക്കാണിച്ചു പോകുമെന്നുള്ളതുകൊണ്ട് അവരതിനെ ആ അജണ്ടയിലേക്കേ കടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഗവൺമെൻറ്റിനെതിരായിട്ടോ അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടോ രാഷ്ട്രീയ ആയുധമുണ്ടായിരുന്നില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. കേരളത്തിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള പുതിയ KDISCിൻ്റെ ഉൾപ്പെടെയുള്ള വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതി, അതേപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ലൈഫ് പദ്ധതി, അതിദാരിദ്ര്യം അവസാനിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുന്ന പ്രശ്നം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വികസനത്തിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേ, അതുപോലെ തന്നെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വ്യാവസായിക മേഖലയിൽ വന്ന മാറ്റം, 3,50,000-ഓളം വരുന്ന സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതും അതിൻ്റെ പ്രവർത്തനത്തിലൂടെ 7 ലക്ഷത്തിലധികം ആൾക്ക് ജോലി ലഭിച്ചത്, PSC മുഖേന കിട്ടിയ ജോലിയുടെ എണ്ണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി ലഭിച്ചത് അത് പകുതിയിലധികം കേരളത്തിലാണ് എന്ന കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാനതിൻ്റെ ഓരോരോ വിശദീകരണത്തിലേക്ക് കാർഷിക മേഖല, പട്ടയത്തിൻ്റെ പ്രശ്നം ഉൾപ്പെടെയെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വികസന പ്രക്രിയയും, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വളർച്ച, അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലുണ്ടാകാൻ പോകുന്ന മാറ്റം, കോറിഡോറിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ നിന്ന് പാലക്കാട് വഴി കോയമ്പത്തൂരിലേക്കുള്ള ഇടനാഴി, വ്യാവസായിക ഇടനാഴി, കോഴിക്കോട് നിന്ന് കണ്ണൂർ വഴി കാസർഗോഡ് വഴി മംഗലാപുരത്തേക്കുള്ള വ്യാവസായിക ഇടനാഴി, ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയുന്ന പോലെ കിഫ്ബി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് 90,000 കോടിയുടെ പശ്ചാത്തല സൗകര്യ വികസനം, വ്യാവസായിക മേഖലയിൽ ഇടപെടാൻ വേണ്ടി ഇപ്പോഴും വളരെ ശക്തിയായിട്ട് സാധിക്കുന്ന ഏതാണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൻ്റെ ഭാഗമായിട്ടും തുടർന്നും വന്ന 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപിക്കാനുള്ള സന്നദ്ധത, ഇതെല്ലാം ചേർത്തുകൊണ്ട് തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ കേരളം, അതാണ് നവകേരളം. ഈ മുദ്രാവാക്യം ഞങ്ങൾ നിലമ്പൂരിൽ വളരെ ശക്തിയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. UDFന് ആകെ പറയാനുണ്ടായിരുന്നത് കൈക്കൂലി കൊടുത്തുകൊണ്ടാണ് വോട്ട് ശേഖരിക്കുന്നത് എന്നാണ്. കൈക്കൂലി മന്ത്രിമാരുടെ കൈക്കൂലിയല്ല. മുമ്പ് അതായിരുന്നല്ലോ സാധാരണ ചർച്ച. 9 കൊല്ലക്കാലം കൊണ്ട് ഒരു മന്ത്രിക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നിൽ പറഞ്ഞത് ഏതാ കൈക്കൂലി? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 62 ലക്ഷം ആളുകൾക്ക് കൈക്കൂലി പോലെ
ക്ഷേമ പെൻഷൻ നൽകുന്നു എന്നാണ്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെ സംബന്ധിച്ച് എന്താ പറയുക? അത് ജനങ്ങളൊക്കെ അവിടെ നല്ലപോലെ പ്രതികരിച്ചു. ഞങ്ങൾ അപമാനിക്കലാണ് എന്ന് പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൃത്യമായിട്ട് ഇപ്പോഴാണ് എല്ലാ ജീവനക്കാർക്കും ഉൾപ്പെടെ പെൻഷൻ. പാവപ്പെട്ട അധ്വാനിച്ച പഴയ കാലം 10-60 വയസ്സ് വരെ അധ്വാനിച്ച പാവപ്പെട്ട മനുഷ്യന് ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് 1600 രൂപ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് നൽകുമ്പോൾ അത് കൈക്കൂലിയാണ് എന്ന അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് അവരെത്തി. അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരായുധീകരിക്കപ്പെട്ട ഒരു UDF-നെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 മുദ്രാവാക്യം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വരാൻ പോകുന്ന കേരളം എന്തായിരിക്കണം, വർത്തമാന കാലഘട്ടത്തിൻ്റെ ഒരു തുടർച്ച, ഒരു 3ാം ഘട്ടത്തിലേക്കുള്ളതിൻ്റെ യാത്ര, ഇതുതന്നെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യവുമാണ്. വർഗീയതക്കെതിരായിട്ടുള്ള കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇപ്പോഴും വ്യാപകമായ ഒരു പ്രചാരവേല, ഞാനെന്തോ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരവേല, കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം, കാണാനും തയ്യാറാവണം. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്താൻ UDF-ന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കാൻ മാധ്യമങ്ങളിൽ തന്നെ ചിലർ ശ്രമിച്ചിട്ടുള്ളത് എന്ന കാര്യം, പ്രത്യേകിച്ച് മീഡിയ വണ്ണിനെ പോലുള്ള ആളുകൾ ശ്രമിച്ചത് എന്നത് വളരെ വ്യക്തമായ പകൽ വെളിച്ചം പോലെയുള്ള സത്യമാണ്. ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, അടിയന്തരാവസ്ഥ എന്നത് അർദ്ധഫാസിസത്തിൻ്റെ ഭാഗമായിരുന്നു. പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തു. നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യമാണ് നടപ്പിലാക്കിയത്. ജനാധിപത്യ അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നു. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ആരെങ്കിലും വേണ്ടിയാൽ ഇനി മുണ്ടുമോ എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ അവരെല്ലാം 2 രീതിയിൽ മിസ അടിസ്ഥാനപ്പെടുത്തിയും DER അടിസ്ഥാനപ്പെടുത്തിയും കൽത്തുറുങ്കിലടക്കുന്ന കാലമായിരുന്നു അടിയന്തരാവസ്ഥ. ഞങ്ങളെല്ലാം അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജയിലിൽ കിടന്ന അനുഭവമുള്ളവരാണ്. ആ അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള, കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ഈ അമിതാധികാര വാഴ്ചക്കെതിരായി രാജ്യം അതിശക്തിയായ പ്രതിഷേധം രൂപപ്പെടുത്തി വളർത്തിയെടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് സഖാവ് EMS പറഞ്ഞതുപോലെ ഇവിടെ തിരുവനന്തപുരത്താണ് ആ മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയത്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നതാണ്. ആ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ അമിതാധികാര വാഴ്ചക്കെതിരായി, അർദ്ധ ഫാസിസ്റ്റ് ഭീകര വാഴ്ചക്കെതിരായി അതിശക്തിയായ രാഷ്ട്രീയ മുന്നേറ്റമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ വിവിധ പാർട്ടികൾ ചേർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടത്. അങ്ങനെയാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണം. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല. വിവിധ പാർട്ടികൾ, സോഷ്യലിസ്റ്റുകാർ, ജനാധിപത്യവാദികൾ, അതുപോലെ തന്നെ ജഗജീവൻ രാമൻ്റെ CFD, സോഷ്യലിസ്റ്റ് പാർട്ടി, സ്വതന്ത്ര പാർട്ടി, ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി. വിവിധ വിഭാഗങ്ങൾ, ഗ്രൂപ്പുകൾ, പാർട്ടികൾ എല്ലാം ചേർന്നുണ്ടായ ഒരു പ്രസ്ഥാനമാണ്. ഈ ജനതാ പാർട്ടിയിൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ധാരയിലാണ് ജനസംഘം ഉൾപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ളൊരു കാലത്ത് അന്ന് RSS പ്രബലമായ ശക്തിയായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നില്ല. മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ളത്. RSS ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലല്ല, ജനസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം എന്ന രീതിയിലാണ് ഇതിൽ ചേരുന്നത്. അങ്ങനെ രാജ്യവ്യാപകമായിട്ട് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന സഖാവ് EMS ഉയർത്തിയ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഈ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. RSSുമായി CPIM ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയുമില്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല.
ഇത് അസന്നിഗ്ധമായിട്ട് ഇതിനു മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചതാണ്. അടിയന്തരാവസ്ഥയുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തെ അഭിമുഖീകരിക്കാൻ വിവിധ രാഷ്ട്രീയ ധാരകൾ ചേർന്ന് മുമ്പോട്ടേക്ക് പോയപ്പോൾ അന്ന് രൂപീകരിക്കപ്പെട്ട ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ പിന്നീട് ആ ജനതാ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? അതിൽ 2 മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് VP സിംഗിൻ്റെ മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് പിന്നീട് നിലപാട് സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഈ RSSൻ്റെയും അതുപോലെ തന്നെയുള്ള വിഭാഗീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതിനെതിരായ ജനാധിപത്യ സംവിധാനമാണ് യഥാർത്ഥത്തിൽ VP സിംഗ് കൈകാര്യം ചെയ്തത്. ആ VP സിംഗിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ടാണ് ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയത് എന്നുള്ള കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ RSSുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ആരാ? ഞങ്ങൾ ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ മുന്നണി എന്ന രീതിയിൽ RSSുമായിട്ട് ചേർന്നിട്ടേയില്ല. എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിൻ്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് RSSുമായി സഹകരിക്കുന്നത്. വിമോചന സമരത്തിലാണ് അവർ കാര്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറായിട്ട് വരുന്നത്. അപ്പോൾ RSS യഥാർത്ഥത്തിൽ കേരളത്തിലെ UDFുമായിട്ടാണ് പിന്നീട് മത്സരിച്ചത്. അവർ ചെയ്യുന്നതുകൊണ്ടാണ് യോജിച്ച് മത്സരിച്ചത്. മതനിരപേക്ഷ ഉള്ളടക്കം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഞങ്ങൾ വരുത്തിയിട്ടില്ല. കാരണം RSS ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന സന്ദർഭത്തിൽ സഹകരിച്ച പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്ന രീതിയിൽ സദാ VMS അത് തലശ്ശേരി ഉൾപ്പെടെയുള്ള 4 ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ആ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ നിലപാട് RSS ഉൾപ്പെടെയുള്ള അന്ന് ജനതയുണ്ട്, ജനതയോടുള്ള നിലപാടെന്താണ്? അന്ന് ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗം സഖാവ് EMS തലശ്ശേരിയിൽ നടത്തി. അത് RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചത് സഖാവ് EMS ആണ്. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1980 മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധവും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് RSS ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷം ആ 4 സീറ്റും ജയിക്കുന്ന സ്ഥിതിയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായത്. തുടർന്ന് നമുക്കറിയുന്നത് പോലെ RSSും BJPയും കോൺഗ്രസും ചേർന്ന് മത്സരിച്ചത് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലുമാണ് കോലിബി സഖ്യം ഉണ്ടാക്കിയത്. ആ സഖ്യത്തെയും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജനതാ പാർട്ടിയുമായിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കിയത് ഈ ഉൾപ്പെടെയുള്ള ഈ UDF ആണ്. 1980 അന്നാണ് രാജഗോപാലൻ മത്സരിച്ചത് കാസർഗോഡ്, രാജഗോപാലൻ. അന്നാണ് KE മാരാർ മത്സരിച്ചത് കൂത്തുപറമ്പ്. അന്ന് കൂത്തുപറമ്പ് എന്നല്ല ആ നിയോജക മണ്ഡലത്തിൻ്റെ പേര്, പെരിങ്ങളം എന്നാണ്. ആ പെരിങ്ങളം നിയോജക മണ്ഡലത്തിലാണ് ഇന്നത്തെ നമ്മുടെ വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് അവിടെ മത്സരിച്ചിരുന്നത്. അവിടെ ജയിച്ചു. രാജഗോപാലിനെതിരായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് രാമണ്ണറയാണ്. രാമണ്ണറയെ ജയിച്ചു. ലീഗും കോൺഗ്രസും ചേർന്ന മുന്നണിയിലായിരുന്നു ഈ പറയുന്ന ജനതാ പാർട്ടി അന്നുണ്ടായിരുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിശക്തിയായ മുന്നേറ്റം വർഗീയതക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂരിൽ ഞാനെന്തോ പറഞ്ഞിരിക്കുന്നു എന്ന് പച്ച കള്ളം അടിച്ചു വിടുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ ഓരോന്നിലും വന്ന മാറ്റങ്ങളും വിഗതികളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു ഘട്ടത്തിലും CPIM RSSുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. പലപ്പോഴും വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ കണ്ട ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി എല്ലാവരും ചേർന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതിൻ്റെ ഭാഗമായി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. മുമ്പേ തന്നെ പരിശോധിച്ച് നോക്കി EMSനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കേരളത്തിൽ എത്ര ശക്തമത്തായ ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്.
ഈ RSSുമായിട്ട് ബന്ധപ്പെട്ട് ജനസംഘം സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചല്ലോ. ആദ്യമായിട്ട് നടത്താൻ തീരുമാനിച്ച 4 മണ്ഡലത്തിലാണ്. എപ്പോഴും വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം. ആ വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം 4 നിയോജക മണ്ഡലത്തിൽ അവർ മത്സരിക്കാൻ. കോഴിക്കോട് 2, ഗുരുവായൂർ, അണ്ടത്തോട്, പട്ടാമ്പി. പട്ടാമ്പിയിലാണ് EMS മത്സരിക്കുന്നത്. EMS മത്സരിക്കുന്ന പട്ടാമ്പിയിൽ അവിടെ യഥാർത്ഥത്തിൽ ദീൻ ദയാൽ ഉപാധ്യായയാണ് കേരളത്തിൽ വന്ന് ഈ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 4 സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് വന്നു. മത്സരരംഗത്ത് വന്നപ്പോൾ കോൺഗ്രസുമായിട്ട് ഞാൻ ഈ പറഞ്ഞ ദീൻ ദയാൽ ഉപാധ്യായയുമായി ചർച്ച നടത്തിയിട്ട് EMSനെ തോൽപ്പിക്കണം. EMS ആയിരുന്നല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത്. അതുകൊണ്ട് EMSനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് ദീൻ ദയാൽ ഉപാധ്യായയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിട്ട് ദീൻ ദയാൽ ഉപാധ്യായ തന്നെ നേരിട്ട് പ്രഖ്യാപിച്ച പട്ടാമ്പിയിലെ അന്നത്തെ സ്ഥാനാർത്ഥിയെ RSSൻ്റെ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിച്ചു. അങ്ങനെ പിൻവലിച്ചിട്ടാണ് മാധവ മേനോനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി ഇവർ നിശ്ചയിച്ചിരുന്നത്. മാധവ മേനോനെ പിൻവലിച്ചു. അങ്ങനെ അവിടെ EMSനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അവർ ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു. ആ സ്ഥാനാർത്ഥിയാണ് രാഘവൻ നായർ. ഇതൊന്നും ചരിത്രം മനസ്സിലാക്കാതെ വിശദീകരിക്കാൻ സാധിക്കുന്നതല്ലോ. രാഘവൻ നായർ അവിടെ പിന്നീട് തോറ്റല്ലോ. കോൺഗ്രസും അതുപോലെ തന്നെ ഈ സംഘപരിവാർ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനസംഘവും ചേർന്ന് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് തോറ്റില്ലല്ലോ. ബേപ്പൂരും വടകരയും ഞാൻ നേരത്തെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശക്തിയായി മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞു. AKGയെ തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ തന്നെയുള്ള RSS സ്ഥാനാർത്ഥി കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട്. കോൺഗ്രസും പ്രത്യേകിച്ച് ഇവിടെ ലീഗ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കോലീബി സഖ്യമുണ്ടാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയ പാരമ്പര്യം കടക്കുമ്പോൾ തികച്ചും തെറ്റായ രീതിയിൽ RSSുമായി ഒരിക്കലും രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കാതെ CPIMനെ പറ്റി RSSന് വോട്ട് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് EMSനെ പോലുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും സഖാവ് പിണറായി വിജയൻ ഇന്നത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂരിൽ നടന്ന 7 റാലിയിലും വിഭജനവാദികളുടെയും വർഗീയവാദികളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ ആളെ പറ്റിക്കുന്നതിന് വേണ്ടി വർഗീയവാദികൾ, വർഗീയ സ്വഭാവമുള്ള ശക്തികൾ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഞങ്ങൾക്കെതിരായിട്ട് കള്ളപ്രചാര വേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഞാൻ ആ കാര്യം ഇത്രയും വിശദമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ കാര്യമെന്ന രീതിയിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം, നമുക്കറിയുന്ന പോലെ രാജ്ഭവൻ ഒരു കാവ്യവൽക്കരണത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വിശദമായി കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഡോക്ടർ ഹെഗ്ഡേവാറിൻ്റെയും ഗോൾവാൾക്കറിൻ്റെയും ഫോട്ടോ കൂടി ചേർത്തിരിക്കുക. ഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്. ഇനി അവിടെ എപ്പോഴാണ് ഗോഡ്സെയുടെ ഫോട്ടോ വെക്കുന്നത് എന്ന് മാത്രമേ ആലോചിക്കേണ്ടി വരൂ. കാരണം RSSൻ്റെ ഒരു കാഴ്ചപ്പാട് ഗാന്ധിജിയേക്കാളും പ്രധാനപ്പെട്ട ദേശീയ സ്വാതന്ത്ര്യ നായകൻ ഗോഡ്സെയും അതുപോലെ തന്നെ സവർക്കറുമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ആ ഫോട്ടോ കൂടി വരുമെന്ന് പറയാൻ സാധിക്കും. ഒരു ഭാഗത്ത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഭാരതാംബയുടെ പ്രശ്നം, RSSൻ്റെ ചിഹ്നവും എല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ്. അതേപോലെ തന്നെ അവിടെ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം, ഇപ്പോഴും ധനകാര്യ വിദഗ്ധൻ്റെ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ അറിയുന്നത് പോലെ ട്രംപിൻ്റെ ഭാഗമായിട്ടുള്ള ചുങ്കം, ആ ചുങ്കത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചാരവേല, അതാണ് ഇന്ന് പത്രത്തിൽ കണ്ടത്. ആ ചുങ്കം ചുമത്തിയത് കേരളത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം ആഗോളവൽക്കരണ നിലപാടിനും വർഗീയവൽക്കരണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമായി ഈ പറയുന്ന രാജ്ഭവൻ മാറുന്നു എന്നത് ഉത്കണ്ഠയുണ്ടാക്കുന്ന, മതനിരപേക്ഷവാദികളെ സംബന്ധിച്ച് ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നമുക്കറിയുന്നത് പോലെ യൂണിവേഴ്സിറ്റി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സിൻഡിക്കേറ്റിൽ SFI വൻ ഭൂരിപക്ഷം നേടി ജയിച്ചു എന്നുള്ളത് സത്യം. എന്നാൽ അവിടെ ഗവർണർ അവിടെ സംസാരിച്ച ഒരു കാര്യം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത്
ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ്. രാഷ്ട്രീയ സമൂഹമല്ലേ ഇന്ത്യ? എന്താ സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് രാജ്യമാണോ? ജനാധിപത്യ രാജ്യമല്ലേ? ആ ജനാധിപത്യ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ പോലും രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവും അരാജകത്വവാദവും സ്വത്വരാഷ്ട്രീയവും സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ നിലപാടുകളും വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാമെന്നല്ലേ പറയുന്നതിനർത്ഥം? പച്ച മലയാളത്തല്ലേ? ഇപ്പോൾ രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ വരേണ്ടുന്ന ഈ തലമുറ എങ്ങനെയാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക? എവിടെ നിന്നാണ് രാഷ്ട്രീയം പഠിക്കാനാവുക? അപ്പോൾ തികച്ചും തെറ്റായ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കല്ല വേണ്ടത്, ശരിയായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത്. പുതിയ തലമുറയെ ശരിയായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള പുതിയ തലമുറയാക്കി രൂപപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്. അത് നിങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, മനസ്സിലാക്കിയിട്ടില്ലേ? RSS ഞാൻ പറഞ്ഞു, അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അതിൻ്റെ ചരിത്രം ഞാൻ പൂർണ്ണമായിട്ട് വിശദീകരിച്ചു. ആരൊക്കെ ചേർന്നിട്ടാണ് ജനതാ പാർട്ടി രൂപം കൊണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ അകത്ത് സോഷ്യലിസ്റ്റുകാരുണ്ട്, ജനാധിപത്യവാദികളുണ്ട്, CFDയെ പോലെ ജഗജീവൻ റാമിൻ്റെ പ്രസ്ഥാനമുണ്ട്, സ്വതന്ത്ര പാർട്ടിയുണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്, അതുപോലെ ജനസംഘമുണ്ട്. ജനസംഘത്തിലെ ഒരു വിഭാഗമാണ് RSS. ഇവരെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ സഹകരിച്ചത്. അതാ കാര്യം. RSS ഒരു പാർട്ടിയല്ലല്ലോ. നിങ്ങൾക്ക് എന്താ ഇപ്പോൾ പറഞ്ഞത്? RSS നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ CPMന് ഒരു RSSുമായിട്ട് ചേരേണ്ടത് പ്രശ്നം അന്നുമില്ല ഇന്നുമില്ല. എന്നാൽ ഇവരെല്ലാമായിട്ട് സഹകരിക്കുന്ന നിലപാടിലേക്ക് എത്തിയ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണ് ഞാൻ അടുത്ത ഫാസിസത്തിൻ്റെ ഭാഗമായിട്ട് വിശദീകരിച്ചത്. അതിൽ ചേർന്ന വിഭാഗത്തെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അതേ കാര്യമുള്ളൂ. ഇല്ലല്ലോ, ഒരു മാറ്റം ഇതേ പറഞ്ഞത്. RSSുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് CPMനില്ല. അന്നുമില്ല ഇന്നുമില്ല ഇനി നാളെയില്ല. അന്നുമില്ല ഇന്നുമില്ല നാളെയുമില്ല. അല്ല, പി സുന്ദരയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം പിന്നീട് നടന്ന പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ച് പാർട്ടി മുമ്പോട്ടേക്ക് പോയിട്ടുണ്ട്, സുന്ദരയ്യ ഉൾപ്പെടെ. അത്രയേ ഉള്ളൂ കാര്യം. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. വെറുതെ പറയുകയാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകൾ അതിനെ വളച്ചൊടിച്ച് നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതാ പച്ച മലയാണ്. അത് ഇത് വിവാദമാവേണ്ട ഒരു കാര്യമില്ല. എന്തിനാണ് വിവാദം? 50 കൊല്ലം മുമ്പ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം പറഞ്ഞത് എന്തിനാണ് വിവാദമാകുന്നത്? വിവാദമാക്കാൻ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമമാണെന്നാണ് കാര്യം. അതാ കാര്യം. അല്ലാണ്ട് അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ജനസംഘമായിട്ടല്ല സഹകരിച്ചത്. അന്ന് RSS ഉൾപ്പെടെയുള്ള ജനസംഘം ചേർന്ന ജനതാ പാർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി വിശദീകരിക്കണോ? നിരവധി പാർട്ടികൾ, നിരവധി ധാരകൾ എല്ലാം ചേർന്നാണ് ജനതാ പാർട്ടി ഉണ്ടായത്. അതിലൊരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് RSS. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണ്ടേ. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത്? അത് 50 കൊല്ലം മുമ്പുള്ള ചരിത്രം വ്യക്തമാക്കിയതാണ്. അതും ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യം നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അല്ല, ഇത് എന്താണ് വിവാദം ആവേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ അർത്ഥം അതല്ലേ? 50 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം സംബന്ധിച്ചിടത്ത് ഇപ്പം വിവാദമാവേണ്ട എന്ത് പ്രശ്നങ്ങൾ? നിങ്ങളെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും കേരളത്തിലും ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന് മറുപടി പറയാൻ കഴിയാതെ UDFനെ സഹായിക്കാൻ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ജമാഅത്ത് ഇസ്ലാമിന് അനുകൂലമായിട്ട്. അത്രയേ ഉള്ളൂ കാര്യം. അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. ഒരു വഴിയും കൊടുത്തില്ല. ഒരു കാര്യവും അതിൻ്റെ അകത്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോഴുമില്ല, അന്നുമില്ല, ഇനിയും ഉണ്ടാവില്ല. നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. നിരോധിച്ചുകൊണ്ടൊന്നും പ്രസ്ഥാനം ഇല്ലാതാവില്ല. ആ ഒരു നിലപാടൊന്നും ഞാൻ എടുത്തില്ല.
അതിന് ചില രാജ്യങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ട്. എന്ന് പറഞ്ഞു. ആ അതിനെ അനുകൂലിക്കുന്നതാണോ പ്രതികൂലിക്കുന്നതാണോ നിലപാട്? അല്ല, ഞാനതിനെ അനുകൂലിക്കുന്നുമില്ല പ്രതികൂലിക്കുന്നുമില്ല. കാരണം നിലപാടെന്താ പറഞ്ഞാൽ ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു ആശയത്തെയും നിരോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. എത്രയോ പ്രാവശ്യം നിരോധനത്തിന് വിധേയപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ലാതായിട്ടില്ലല്ലോ. അത് തന്നെയാണ് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള, അതാ പറഞ്ഞത്, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇന്നലെയല്ല, ഇത് മിഞ്ഞാമത്തെ പറഞ്ഞാണല്ലോ. നിങ്ങളിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു മാത്രം. അല്ല, അവർ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. രാഷ്ട്രീയ മാറ്റം എങ്ങനെയാണ്, അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എല്ലാം ഒരു 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 ഒരേ ദിശയിൽ ഇങ്ങനെ നിൽക്കുകയല്ല ചെയ്യുക. രാഷ്ട്രീയം പലതരത്തിൽ മാറുകയാണ് ചെയ്യുക. മാറ്റത്തിന് വിധേയപ്പെടാതെ ഒന്നും തന്നെയില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. അതിനെ പർവ്വതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള, തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്ന് മാത്രമേ അത് കാണുകയുള്ളൂ. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ശരിയാണ്. ഇനി അത് അതിന് വേണ്ടി വേറെ ഉത്തരം പറയുന്നത് അല്ല, RSS ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നല്ലോ ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? RSSുമായിട്ട് ആരും രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കുമോ? ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പറ്റിയേ ഞാൻ പറഞ്ഞിട്ടില്ല. അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള മൂവ് ഡെവലപ്പ് ചെയ്തു വന്നു, അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ആ ശരി, പറഞ്ഞു.